സതീശൻ പറഞ്ഞ വിസ്മയം കാത്തിരുന്ന കേരളത്തിന്റെ മുമ്പിലേക്ക് ഇതാണ് സതീശൻ പറഞ്ഞ വിസ്മയമെങ്കിൽ സുരേഷിനെയും ജയൻ ചേർത്തലയും പ്രേംകുമാറിനെയും ഒക്കെ വലതുചേരിയിലേക്ക് എത്തിച്ചതാണ് സതീശൻ പറഞ്ഞ വിസ്മയമെങ്കിൽ ആ വിസ്മയത്തെ നോക്കി ശക്തമായ പുച്ഛമാണ് CPM ഇടതു ഹാൻഡിലുകൾ ഇന്ന് ഈ രാഷ്ട്രീയ കേരളത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നത് എന്നുള്ളതാണ്. സുരേഷ് എന്ന് പറയുന്ന ആൾ പുറത്തു പോകേണ്ട ആളാണെങ്കിൽ പോവുക തന്നെ ചെയ്യും. ഞങ്ങൾ എന്തിന് മയപ്പെടുത്തി തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞ് നിലപാട് ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇന്ന് കാണിച്ച തൻ്റെ ഇടത്തിന്റെ പേരാണ് കേഡർ സംവിധാനം, കേഡർ പാർട്ടി എന്ന് നെഞ്ചുറപ്പോടെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന CPMന്റെ പ്രതിബദ്ധത. പുറത്തു പോകേണ്ടവർ പോവുക തന്നെ ചെയ്യും, ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകും. അതാണ് CPM നയമെന്ന് അരക്കിട്ടുറപ്പിച്ചു പറയുകയാണ് സംസ്ഥാന സെക്രട്ടറി ഇന്ന് വീണ്ടും വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്നുള്ളതാണ്. സുരേഷിനെ കിട്ടിയപ്പോ UDF എന്താ പറയുന്നേ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ശക്തമായ സ്ത്രീ പീഡനങ്ങൾ ചെയ്ത ശക്തമായ സൈക്കോപാത്ത് കാണിച്ച ഒരാളല്ലല്ലോ. സ്ത്രീകളെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചു എന്ന ഒരു തെറ്റ് മാത്രമല്ലേ ശൈലജ ടീച്ചർ അടങ്ങുന്ന കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ളൂ സുരേഷിനെ. തമ്മിൽ ഭേദം തൊമ്മൻ, ഇതാണ് വിസ്മയം ഞങ്ങൾ പറഞ്ഞു വെച്ചതിൽ ഒരെണ്ണം എന്ന് പറയുന്ന സതീശ നാണമാവുന്നില്ലേ? ഇങ്ങനെ CPM ഒഴിവാക്കി വിടുന്ന ഇടത് ഹാൻഡിലുകൾ പുറത്തു പോകാൻ കാത്തിരിക്കുന്നവരെ ഒളിച്ചും പാത്തും കൈവശപ്പെടുത്തി വിസ്മയം എന്നുള്ള ടാഗ് ലൈൻ ചേർത്ത് തൻ്റെ പുതുയുഗ യാത്രയിൽ കൊട്ടിഘോഷിക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾ കേരളത്തിൽ ഇരുന്ന ആ ചെയറിൽ ഇരിക്കാൻ പോലും നാണക്കേടിന്റെ പേരെ സതീശൻ എന്ന് രാഷ്ട്രീയ കേരളത്തിൽ സാമാന്യബോധമുള്ളവർ പോലും പറഞ്ഞു വിളിക്കേണ്ടി വരും. അതുപോലെ തന്നെ പ്രേംകുമാറിനെയും കൃത്യമായി ചേരിയിലേക്ക് എത്തിച്ച് സതീശൻ വീണ്ടും പറയുന്നു വിസ്മയം നമ്പർ 2 അല്ലെങ്കിൽ മറ്റൊരു വിസ്മയ കാഴ്ച. ജയൻ ചേർത്തലയെയും ചേർത്ത് വെച്ച് പറയുന്നു വീണ്ടും വീണ്ടും പുതുയുഗ യാത്രയിൽ ഞാൻ പറഞ്ഞ വിസ്മയ കാഴ്ചകൾ ഇങ്ങനെ വരികയാണെന്ന്. എന്നിട്ട് സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇന്ന് വീണ്ടും പറയാ വിസ്മയങ്ങളെല്ലാം പുറത്തു പറയുമ്പോൾ വിസ്മയങ്ങൾ അല്ലാതായി തീരുമെന്ന്. വിസ്മയങ്ങൾ കേരളം കാത്തിരിക്കുന്നില്ല എന്ന് ശക്തമായി പറയേണ്ടി വരും. കാരണം വിസ്മയം എന്ന് പറയുന്നതെല്ലാം LDF ഹാൻഡിലുകൾ പറഞ്ഞുവിട്ട ഒഴിവാക്കിയ ചപ്പും ചവറുകളെയും വാരിക്കൂട്ടി വിസ്മയച്ചാക്ക് നിറയ്ക്കാൻ ശ്രമിക്കുന്ന സതീശന് മുന്നിൽ രാഷ്ട്രീയ കേരളം ലജ്ജിച്ചു തല താഴ്ത്തുമെന്ന് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും.